നമസ്കാരം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഏറെക്കുറെ സെല്ലിംഗ് സൈഡിലായിരുന്നു. പ്രമുഖ ഇൻഡെക്സുകളെല്ലാം നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നിഫ്റ്റി 0.18% ഇടിഞ്ഞ് 21,418-ലും, സെൻസെക്സ് 0.24% ഡൗൺ സൈഡിലും, ബാങ്ക് നിഫ്റ്റി 0.57%, നിഫ്റ്റി IT 0.27% ഡൗൺ സൈഡിൽ ക്ലോസിംഗ് നൽകി. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ മാർജിനലി പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.28%, സ്മാൾ ക്യാപ് 0.48% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ 1165 സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റവും 1001 സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷറും കാണാൻ സാധിച്ചു. ഇന്ന് മാർക്കറ്റ് ഏറെക്കുറെ സെല്ലിംഗ് സൈഡിലായിട്ടും PSU സെഗ്മെൻറ്റിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച സ്റ്റോക്കായി മാറിയിരിക്കുകയാണ് IRCTC ഇന്ന് ഇൻട്രാഡേയിൽ 13% ഉയർന്ന് 888 എത്തി. അതിനുശേഷം സ്റ്റോക്ക് 11% ഹയർ സൈഡിൽ 879 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. കഴിഞ്ഞ ആഴ്ച IRCTC സൃഷ്ടിച്ച 780 രൂപയുടെ 52 വീക്ക് ഹൈനെയാണ് സ്റ്റോക്ക് ഇന്നത്തെ ദിവസം മറികടന്നത്. ആദ്യം തന്നെ IRCTC എന്ന സ്റ്റോക്കിൽ വന്ന റാലിക്ക് പിന്നിലെ കാരണം മനസ്സിലാക്കാം. ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായി കമ്പനികൾ പുറത്തുവിടുന്ന ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് ഇന്ന് IRCTC എന്ന സ്റ്റോക്കിൽ റാലി കൊണ്ടുവന്നതും സ്റ്റോക്കിനെ 70,000 മുകളിൽ മാർക്കറ്റ് ക്യാപ്പിലേക്ക് ഉയർത്തിയതും. ആദ്യം തന്നെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ വന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാം. ഇപ്രാവശ്യത്തെ ക്വാർട്ടർലി റിസൾട്ടിൽ IRCTCയുടെ പ്രോഫിറ്റ് 30.4% ഉയരും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 226 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 294 കോടിയിലേക്ക് ഉയർന്നേക്കും. കമ്പനിയുടെ റവന്യൂവിൽ 23.5% വളർച്ച പ്രതീക്ഷിക്കാം. 805 കോടിയിൽ നിന്നും റവന്യൂ 995 കോടിയിലേക്കാണ് ഉയരുന്നത്. എബിറ്റ 20.2% വർദ്ധിച്ചേക്കും. 304 കോടിയിൽ നിന്നും എബിറ്റ 366 കോടിയിലേക്കാണ് ഉയരുന്നത്. IRCTC ഇതുവരെ പുറത്തുവിട്ടതിൽ വെച്ച് ഏറ്റവും മികച്ച രണ്ടാമത്തെ ക്വാർട്ടർലി റിസൾട്ടായിരിക്കും ഇപ്രാവശ്യത്തെ ക്വാർട്ടർലി റിസൾട്ടിൽ IRCTC പുറത്തുവിടാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് സ്റ്റോക്കിൽ ഉയർന്ന ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ IRCTCക്ക് പല ഫ്യൂച്ചറിസ്റ്റിക് പ്ലാനുകളുമുണ്ട്. ഈ ഫ്യൂച്ചറിസ്റ്റിക് പ്ലാനുകളും ഇന്ന് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നതിന് പിന്നിൽ ഒരു കാരണമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് IRCTC അതിൻ്റെ കാറ്ററിംഗ് ബിസിനസ്സിനെ രാജ്യവ്യാപകമായി വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു അപ്ഡേറ്റാണ്. 3 വർഷത്തിനുള്ളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന സിസ്റ്റം ഇല്ലാതാക്കുവാനും ഏകദേശം 8,000 മുതൽ 10,000 അഡീഷണൽ റെയിൽവേ സീറ്റ് അല്ലെങ്കിൽ അഡീഷണൽ ട്രെയിൻ സീറ്റുകൾ ഉൾപ്പെടുത്താനും മിനിസ്ട്രി ഓഫ് റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ ട്രെയിനുകൾ പ്രൊക്യൂർ ചെയ്തേക്കാം. ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് റെയിൽവേ സെക്ടറിൽ വരാൻ പോകുന്നത്. അതിനനുസരിച്ച് നമ്പർ ഓഫ് പാസഞ്ചേഴ്സിൻ്റെ എണ്ണത്തിലും വർധനവുണ്ടാകും. ഇവിടെ പാസഞ്ചേഴ്സിൻ്റെ എണ്ണത്തിൽ വർധനവുണ്ടാകുമ്പോൾ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് അതിൻ്റെ പ്രൊപ്പോർഷണലായി IRCTCയുടെ റവന്യൂവും ഉയർന്നേക്കാം. ഈ ന്യൂസുകളുടെയൊക്കെ കമ്പൈൻഡ് പോസിറ്റീവ് എഫക്റ്റ് നമ്മൾക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. IRCTC എന്ന സ്റ്റോക്ക് ഇന്ന് 13% ഉയർന്നതോടുകൂടി സ്റ്റോക്ക് ഓവർബോട്ട് കാറ്റഗറിയിൽ എത്തിയിട്ടുണ്ട്. RSI 71.4 കൂടാതെ സ്റ്റോക്ക് ഹൈ ബുള്ളിഷ് മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നു. 5 ഡേ 10 ഡേ 100 ഡേ 150 ഡേ 200 ഡേ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്ക് മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ഇന്ന് 70,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന വാല്യൂവും അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന റെക്കോർഡും IRCTC സ്വന്തമാക്കി. കമ്പനിയുടെ ROE 45.4, ROCE 59.2. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 16%, 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 24%, 2,686 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 67 കോടി രൂപയുടെ കടം മാത്രമേ ഉള്ളൂ. പ്രൊമോട്ടേഴ്സിന് 62.4% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 7 നിന്നും 7.11% ഉയർന്നു. DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 9.9% നിന്നും 10.5% ഉയർന്നു. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് IRCTC എന്ന സ്റ്റോക്കിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുകയാണ്. ഇനി IRCTCയുടെ മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ സ്റ്റോക്ക് ഒരു മേജർ ബ്രേക്കൗട്ട് സോണിന് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ 900 എന്ന റേഞ്ചിന് മുകളിൽ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ 750 എന്ന ലെവലിൽ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വരികയും സ്റ്റോക്ക് 875 എന്ന ലെവൽ വരെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് 900 എന്ന ലെവൽ കൂടി മറികടന്നാൽ പിന്നീട് നമ്മൾക്ക് ഫർദർ അപ്സൈഡ് IRCTC എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം.
2023 വർഷത്തെ ഏറ്റവും ഉയർന്ന ബൈയിങ് വോളിയത്തിനാണ് ഇന്ന് IRCTC എന്ന സ്റ്റോക്ക് സാക്ഷ്യം വഹിച്ചത്. ഒരുപാട് പോസിറ്റീവ് ന്യൂസുകൾ വരാനുള്ളതുകൊണ്ട് വരും സമയങ്ങളിലും IRCTC എന്ന സ്റ്റോക്ക് അതിൻ്റെ മൊമെൻറ്റം നിലനിർത്താൻ സാധ്യത കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്